കാർപ്പറ്റ് ബോണ്ട് ഏജ് എസ്റ്റിമേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം ബേസ് ഓഫ് ദ ഫസ്റ്റ് മെറ്റാകാർപ്പൽ നോക്കുക. ഇവിടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 15 ഇയർ ആയെന്നാണ്. ബേസ് ഓഫ് ദ ഫസ്റ്റ് മെറ്റാകാർപ്പൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 15 ഇയർ ആയി. പിന്നെ മെറ്റാകാർപ്പലിൻ്റെ എണ്ണം നോക്കുക. ഫസ്റ്റ് ഇയറിൽ 2, സെക്കൻഡ് ഇയറിൽ 2, 3 ഇയറിൽ 2, 3, 4 ഇയർ 4, 5 ഇയറിൽ 6 ആണ്, 5ൽ 6 ആണ്, 6 ഇയറിൽ 7 ആണ്, 9 to 8, 12ൽ 8 ആണ്. അത് ലാസ്റ്റ് ബോൺ പിസി ഫോമാണ്. അപ്പോൾ പിസി ഫോം നോക്കുക. അതുപോലെ തന്നെ ലോവർ എൻഡ് ഓഫ് റേഡിയസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്യൂഷൻ നടക്കുന്നത് 18 to 19 ഇയേഴ്സിലാണ്. ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 18 ഇയേഴ്സ്. ലോവർ എൻഡ് ഓഫ് റേഡിയസ്. അതുപോലെ തന്നെ അൽന അപ്പിയർ ചെയ്യുന്നത്, ഹെഡ് അപ്പിയർ ചെയ്യുന്ന 5ാം വർഷത്തിലും ഫ്യൂസ് ചെയ്യുന്നത് 17 to 18 ഇയേഴ്സിലും. എപ്പിഫൈസിലോ ലോവർ എൻഡ് ഓഫ് റേഡിയസ് ആൻഡ് അൽന ഡെഫിനറ്റ്ലി നോക്കുക. അൽന അപ്പിയർ ചെയ്യുന്ന 5ാം വർഷത്തിലും റേഡിയസ് അപ്പിയർ ചെയ്യുന്ന 2ാം വർഷത്തിലും ഫ്യൂസ് ചെയ്യുന്നത് 18 to 19 ഇയേഴ്സിലാണ് നമ്മുടെ ലോവർ എൻഡ് ഓഫ് റേഡിയസ്. ലോവർ എൻഡ് ഓഫ് അൽന 17 to 18 ഇയേഴ്സ്. ഇതിൻ്റെ അകത്ത് 5 ഇയറിൽ 6 ബോണ്, 6 ഇയറിൽ 7, 5 മാത്രമേ ഉള്ളൂ 6 ഇയർ ഉള്ളത്. 9 to 12, 8 ലാസ്റ്റ് ബോൺ പിസി ഫോം. ഫസ്റ്റ് ബേസ് ഓഫ് ദ ഫസ്റ്റ് മെറ്റാകാർപ്പൽ നോക്കുക. കാർപ്പൽ ബോണ്ട് എണ്ണം നോക്കുക. പിന്നെ ലോവർ എൻഡ് ഓഫ് റേഡിയസ് ഫ്യൂസ് ചെയ്തിട്ടുണ്ട് 17 to 18 ഇയേഴ്സ്, മോർ ദാൻ 18 ഇയേഴ്സ്. അപ്പിയർ ചെയ്തിട്ടുണ്ട് 2 ഇയർ. അതുപോലെ നല്ല ഹെഡ് അപ്പിയർ ചെയ്യുന്ന 5 വർഷം, ഫ്യൂസ് ചെയ്തിട്ടുണ്ട് 17 to 18 ഇയേഴ്സ്. അതുപോലെ തന്നെ ബേസ് ഓഫ് ഫസ്റ്റ് മെറ്റാകാർപ്പൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ട് 15 ഇയർ.